നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇപ്പോൾ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളോട് ഇന്ന് സംവദിക്കാൻ പോകുന്നത്. ഇന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ലൈവ് ക്ലാസ്സിൽ ഒരാൾക്ക് ഒരു ചോദ്യം ഉണ്ടായി. ആത്മീയതയുടെ ക്ലാസ് നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ചോദ്യം ഉണ്ടായി. ആ ചോദ്യത്തിലുള്ള ഒരു മറുപടി ഞാൻ അന്നേരം അതിനെപ്പറ്റി അതിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മയും പറഞ്ഞു. ഞാനൊന്ന് കുറച്ചുകൂടി വിശദമാക്കി പറയുകയും ചെയ്തു. പക്ഷെ എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം ആത്മീയമായിട്ടുള്ള ക്ലാസ് പൂർണ്ണമാകില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. കാരണം ചോദ്യം ചോദിച്ചയാൾ അത്രയും പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ലളിതമാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ തെറ്റായി ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പല കഥകളിലൂടെയും വരും. അപ്പോ പറയും മറ്റൊന്നുമല്ല, ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ടാണ് ഹിന്ദു ദേവീ ദേവന്മാരെല്ലാം ആയുധങ്ങളുമായിട്ട് കാണപ്പെടുന്നത് എന്ന്? നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് നിങ്ങളൊന്ന് പറയണേ. യെസ്, ഈ ചോദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ ലളിതമായി ആധ്യാത്മികമായിട്ടൊന്നും സംസാരിക്കാനില്ല, ലളിതമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളത്? അതായത് നമ്മൾ എല്ലാ ചിത്രങ്ങളിലും അല്ലെങ്കിൽ മനോഹരമായ ചിത്രപ്പണികളിലും അല്ലെങ്കിൽ ഇപ്പൊ നോക്കി എവിടെയായാലും ദേവീ ദേവന്മാര് നമ്മുടെ പൂജകൾക്ക് ഇരിക്കുന്ന ബിംബങ്ങളിലല്ലാതെ മറ്റേത് ചിത്രങ്ങളിൽ കണ്ടു കഴിഞ്ഞാലും അവിടെയൊക്കെ ആയുധങ്ങൾ, ശംഖ് ചക്ര ഗദാധാരികളായിട്ടും അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ ആയുധങ്ങളായിട്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പൊ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴോ ചിത്രങ്ങൾ കാണുമ്പോഴോ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭൂരിഭാഗം ദേവി ദേവന്മാരുടെ കയ്യിൽ ഒന്നിലധികം ആയുധങ്ങൾ ഏറ്റിട്ടുണ്ടാവും. അത് സമാധാനത്തിന്റെയും കരുണയുടെയും പ്രതീകങ്ങളായ ദൈവം എന്തിനാണ് കയ്യിൽ വാളും ശൂലവും ചക്രവും ഒക്കെ കരുതുന്നത് എന്നതാണ് ചോദ്യം. ഇത് കേവലം യുദ്ധത്തിനാണോ? അല്ല, ഇതിന് പിന്നിൽ ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ അർത്ഥങ്ങൾ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് നമുക്ക് ആ രഹസ്യം കൂടെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇത്തരം അറിവുകൾക്കെല്ലാം കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇവിടെ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ കാര്യങ്ങളും ഇവിടെ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇത് ഇവിടെ സംസാരിക്കുന്നത് വെച്ചാൽ, കുട്ടികളുടെ ക്ലാസ്സിന്റെ കൂടെ തന്നെ സംസാരിക്കുന്നത് വെച്ചാൽ, പാരന്റ്സും കുട്ടികളും നിത്യമായി അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഇവിടെ ഇത് ജാതി മത അതുമായിട്ട് എല്ലാവർക്കും അറിയേണ്ട ചില കാര്യങ്ങളെ പറ്റി മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോ ഹൈന്ദവ ക്ഷേത്ര അല്ലെങ്കിൽ ഹൈന്ദവ ദേവന്മാരിലല്ല ദേവിമാരിലൊക്കെ എന്താണെന്നുള്ളതാണ് പറ്റുക. അപ്പൊ ഒന്നാമതായി പറയാം, നമ്മൾ വെച്ചു ഈ ആയുധങ്ങളെല്ലാം എന്താണ്? തിന്മയുടെ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെ? ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മുടെ ദുർഗാദേവി മഹിഷാസുരനെ വധിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് പുരാണങ്ങളിൽ ദേവന്മാർ അസുരന്മാരെ വധിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ആരാണ് ഈ അസുരന്മാർ? അവർ നമുക്ക് പുറത്തുള്ളവരല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനെല്ലാം ചെറുപ്പകാലത്ത് ഒരുപാട് അന്വേഷണം നടന്നതാണ് ഈ ആരാണ് ഈ അസുരന്മാർ. നമ്മൾ പറയുമ്പോൾ ദേവന്മാരെ പറഞ്ഞ അസുരന്മാരെ പറഞ്ഞു, പക്ഷെ അവിടെ മനുഷ്യനെ പറ്റി ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിൽപ്പെട്ട ഗണങ്ങളാണെന്ന് ചിന്തിച്ചത്. ഇവിടെയാണ് ഈ തത്വം ശരിക്കും പരിശോധിക്കേണ്ടത്. ഈ യഥാർത്ഥത്തിൽ അസുരന്മാർ എന്ന് പറഞ്ഞത് നമുക്ക് പുറത്തുള്ളവരല്ല. ദേവന്മാരും അസുരന്മാരും നമ്മുടെ തന്നെ ഭാഗമാണ്. അതായത് നമ്മുടെ മനസ്സിലെ അഹങ്കാരം, ക്രോധം, അസൂയ, കാമം എന്നിവയല്ല, അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഇംപ്യൂരിറ്റീസ് ആണ് യഥാർത്ഥത്തിൽ അസുരന്മാർ. ഈ ആന്തരിക ശത്രുക്കളെ മുറിച്ചു മാറ്റി മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ദൈവങ്ങൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ദൈവങ്ങൾ ആരാണ്? നമ്മളിൽ തന്നെയുള്ള നമ്മളുടെ വളരെ നല്ല ചിന്തകൾ അല്ലെങ്കിൽ നന്മയുടെ ഭാഗം. നമ്മളിൽ എല്ലാവരും നന്മയും തിന്മയും രണ്ടുമുണ്ട്. അസുരന്മാരും ദൈവങ്ങളും രണ്ടുപേരും നമ്മളിലുണ്ട്. അപ്പോ അസുര ഗുണത്തെക്കാൾ ദേവഗുണം എപ്പോഴാണോ നമ്മളിൽ കൂടുതലുള്ളത്, അപ്പോഴാണ് നമ്മൾ കൃത്യമായ നന്മയുടെ ഭാഗത്ത് പോകുന്നത്. അതായത് ദുഷ്ടശിക്ഷണം എന്ന് പറഞ്ഞാണ് അതായത് നമ്മുടെ ഗുണങ്ങളെ ഇല്ലാതാക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്നറിയുന്നത്. അപ്പോ രണ്ടാമത് ഇത് മനസ്സിലാക്കുക. അപ്പോ കൃത്യമായി പറഞ്ഞാൽ ഓരോ ദൈവങ്ങളെയും ഞാൻ പ്രധാനപ്പെട്ട ഒരു 4
കാര്യങ്ങളെടുത്ത് നിങ്ങൾ മനസ്സിലാക്കി തരാം. അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും. പ്രധാനപ്പെട്ട ചില ആയുധങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശന ചക്രം കണ്ടിട്ടോ. ഈ സുദർശന ചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, അത് സമയത്തെയും പ്രപഞ്ചത്തിന്റെ ചലനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കറങ്ങുന്ന സാധനമാണ്. കറങ്ങുന്ന എന്താണ്? സമയമാണ് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷേപ്പിലാണ് കാണുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ചലനത്തെയും സമയത്തെയുമാണ് സുദർശന ചക്രം പറയുന്നത്. അപ്പൊ സുദർശന ചക്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൊടുത്താൽ ഒരാളെ കൊണ്ടും തടയാൻ സാധിക്കില്ല. ഒരാളെ കൊണ്ട് തടയാൻ സാധിക്കാത്ത ഒരു സാധനത്തിന്റെ പേരെന്ന് പറഞ്ഞ താഴെ ആർക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് സമയം എന്ന് പറയുന്നത്. അപ്പോ സമയം എന്ന് പറയുന്നത് ആർക്കും തടയാൻ പറ്റില്ല. അതാകുന്ന അജ്ഞാനത്തെ അത് നമ്മൾ നശിപ്പിക്കാൻ, നമുക്ക് അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവില്ലേ? സമയത്തെയും അതിക്രമിക്കാൻ പറ്റുമെന്ന് ചിന്തയാകുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നതാണ് സുദർശന ചക്രം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി രണ്ടാമത് നമ്മൾ കണ്ട പരമശിവന്റെ കയ്യിൽ ത്രിശൂലം കണ്ടിട്ടല്ലേ? ശിവന്റെയും ദേവിയുടെയും കയ്യിൽ ത്രിശൂലം. ശൂലത്തിന്റെ 3 മുനകൾ മനുഷ്യരുടെ 3 ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന ഗുണം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത് സമനിലയിൽ കൊണ്ടുപോകണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത് വാൾ, അല്ലെ? വാള് എല്ലാവരുടെ കയ്യിലും വാളുണ്ട്. വാൾ എന്തിന്റെയാണ്? ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും പ്രതീകമാണ് വാൾ. വാക്കുകൾ എന്ന് പറയുന്നതാണ്, അറിവാണ് വാൾ. വാക്കുകളാണ് വാൾ. വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നമുക്ക് മുറിച്ചു മാറ്റാൻ സാധിക്കുമെന്നാണ് വാള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗണപതിയുടെയും ദേവിയുടെയും ഒക്കെ കൈ കാണാം പാശവും അങ്കുശവും കാണാൻ പറ്റും. അതായത് കയറും, അല്ലെ? കയർ നമ്മളിൽ കാണാം. കയർ എന്താണ്? അമിതമായ നമ്മുടെ ആഗ്രഹങ്ങളെ കെട്ടിയിടാൻ വേണ്ടി, അശുങ്കം നമ്മുടെ തെറ്റായ ചിന്തകളെ കുത്തി ഉണർത്തി ശരിയായ വഴിക്ക് നടത്താനുള്ള ഒരു കാര്യമാണ് എന്നറിയാം. ഇതാണ് ലളിതമായി പറഞ്ഞത്. വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ഒരു കൈ ആയുധം എന്തുമ്പോൾ മറ്റൊരു കൈയിൽ അഭയമുദ്ര ഉണ്ടാവാറുണ്ട്, അല്ലെ? അതായത് നീ ധർമ്മത്തിന്റെ വഴിയിലാണെങ്കിൽ ഞാൻ നിന്നെ സംരക്ഷിക്കും, നീ അധർമ്മത്തിലാണെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും. അത് എല്ലാം രണ്ടും ഞാൻ തന്നെയാണ്. അപ്പോ ഇവിടെ ഒരു കാവൽക്കാരൻ കയ്യിൽ ആയുധം കരുതുന്നത് നമ്മളെ ഉപദ്രവിക്കാനല്ല, മറിച്ച് നമ്മളെ സുരക്ഷിതരായി നിലനിർത്താനാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ദൈവായുധങ്ങളും എന്നറിയുക. അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നു, ദേവീ ദേവന്മാരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ആക്രമണത്തിന്റെ അടയാളങ്ങളല്ല, മറിച്ച് ഉയർന്ന ബോധത്തിന്റെയും അറിവിന്റെയും അധികാരത്തിന്റെയും അടയാളമാണ്. അപ്പൊ ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനും നമ്മുടെ ഉള്ളിലുള്ള തിന്മകളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനും ഈ രൂപങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി പങ്കുവെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ ഇനിയും ഇവിടെ താഴെ ചോദിക്കാം, നമ്മുടെ ക്ലാസ്സിൽ വന്ന് ചോദിക്കാം. നമ്മൾക്കുണ്ടാവുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ, ഇത് പ്രായോഗികമായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.